പ്രവാചകരെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ, ഡിപ്രഷൻ അനുഭവിക്കുകയാണെങ്കിൽ, ഡിപ്രഷൻ തങ്ങൾക്കില്ലട്ടോ, വളരെ പ്രയാസമുള്ള ഒരു മാനസിക സംഘർഷമുള്ള ഒരു അനുഭവം ഹബീബിനുണ്ടായാൽ ഗുളി കുടിക്കുകയാണോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഡോക്ടറെ പോയി കാണിക്കണോ? ആദ്യം ചെയ്യേണ്ട മരുന്ന് ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്. ടെൻഷൻ അടിക്കുന്നൊരു വിഷയം വന്നു. നമ്മളൊക്കെ പബ്ലിക്കിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. മനസ്സാർക്ക് നമുക്കൊരുപാട് ഏറ് വരും. ഏറെന്ന് പറഞ്ഞാൽ ചെരുപ്പുണ്ടായിരിക്കും ചിലപ്പോൾ എറിയുക, അതൊക്കെ കൊള്ളേണ്ടി വരുന്നതാണ്. നമ്മൾ പൊതുരംഗത്ത് ജീവിക്കുമ്പോൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ ലെവൽ വെച്ചിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും ലോകത്ത്, അല്ലേ? വലിയ മുതലാളിമാർക്ക് വലിയ മില്യൺ കണക്കിന് കടത്തിൻ്റെ കഥയിലേക്ക് പറയേണ്ട, നമുക്ക് എനിക്ക് 5000 കൊടുക്കാണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം കടമുണ്ടെന്ന് പറയും. ഓരോരുത്തർക്കും അവനവൻ്റെ തോതനുസരിച്ച് ടെൻഷനും സന്തോഷമൊക്കെ അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിന് ഭാരമേകുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ അറിയണം, പുണ്യ റസൂൽ ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. ഫസിഅ ഇലസ്സലാഹ്. വേഗം പോയി വുളു എടുക്കും, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, സുഗന്ധം പൂശിയിട്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭവ്യതയോടുകൂടെ കഴിയുന്നത്ര സുന്നത്ത് നിസ്കാരങ്ങൾ 2 റക്അത്തുകളായി ഹബീബ് നിസ്കരിക്കുമായിരുന്നു. ആ നിസ്കാരം സലാം വീട്ടുന്നതോടുകൂടെ മനസ്സിനെ കീറി മുറിച്ചിരുന്ന ആ പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഹബീബിന് ലഘൂകരിക്കപ്പെടുന്നത് കാണാമായിരുന്നു. നമുക്കുമുള്ള മരുന്നാണിത്. നമ്മളെപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേഗം പോയി വല്ല സ്ലീപ്പിംഗ് പില്ലും കഴിക്കാണ്ടേ 2 റക്അത്ത് നിസ്കരിച്ച് നോക്കി, നല്ല മാറ്റം ഉണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്ന മക്കളാണ്. പ്രത്യേകിച്ച് മെഡിസിനൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ ഭയങ്കര ടെൻഷനാണ്. അവരുടെ ഇൻറ്റേർണൽ മാർക്കുകൾ ഉണ്ടാവും. അപ്പോൾ ടീച്ചർമാർ ചിലരങ്ങ് പിടിച്ചു വെക്കും, ചിലർ കൊടുക്കൂല, ചില പകരം വീട്ടും. ഭയങ്കര ടെൻഷനായിരിക്കും. കുറേ പഠിക്കാനുണ്ടാവും, കുറേ പ്രഷറുണ്ടാവും വീട്ടിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്. അതൊക്കെ ലഘൂകരിക്കാൻ 2 റക്അത്ത് നിസ്കാരം കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മുഅദ്ദിനായ ഹബീബാ നബിക്ക് വേണ്ടി വാങ്ക് വിളിച്ചിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട്, വാങ്ക് വിളിക്കൂ ബിലാലേ, ഇഖാമത്ത് വിളിക്കൂ ബിലാലേ എന്ന് പറയേണ്ട വാക്കുകൾക്ക് പകരം പുണ്യനബി പറയാറുണ്ടായിരുന്നത് അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാലേ, ആ ഇഖാമത്ത് കൊടുത്തുകൊണ്ട്, ആ നിസ്കാരം സ്ഥാപിച്ചുകൊണ്ട് മനസ്സിന് സന്തോഷം തരൂ ബിലാലേ, നിസ്കാരം കൊണ്ട് മനസ്സിന് സമാധാനം തരൂ ബിലാലേ. അങ്ങനെ പറഞ്ഞാൽ ഇഖാമത്ത് കൊടുക്കണം എന്നാ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അരിഹ്ന ബിഹാ, അരിഹ്ന റാഹത്ത് എന്ന് പറയില്ലേ, അതിൽ നിന്നാണ് അരിഹ്, അരിഹ്നി, അരിഹ്ന, അരിഹ്ന ബിഹാ യാ ബിലാൽ. ബിലാലേ, നിസ്കാരം കൊണ്ട് സന്തോഷം തരണേ. വാങ്ക് വിളിക്കും ബിലാലേ, ഇഖാമത്ത് കൊടുത്തോളൂ. നമ്മളാ നിസ്കരിക്കുന്നത് നമ്മുടെ ഒരു മനസ്സിന് നൽകുന്ന ട്രീറ്റ്മെൻ്റാണ്. അങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിസ്കാരം എൻ്റെ മനസ്സിന് ഞാൻ നൽകുന്നൊരു ട്രീറ്റ്മെൻ്റാണ്. അതൊരു ചികിത്സയാണ്, അതൊരു ചികിത്സയാണ്. സമാധാനം അവിടെ കിട്ടും. മനുഷ്യൻ്റെ സമാധാനത്തിൻ്റെ, വിജയത്തിൻ്റെ ആണിക്കല്ലാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയം. അതുകൊണ്ടാണ് മഹാന്മാർ പറയാറുള്ളത്, നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, റമദാൻ വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ, നിസ്കാരത്തിൻ്റെ നേരമായി എന്ന് കേൾക്കുമ്പോൾ, വാങ്കുലി ശബ്ദം കേൾക്കുമ്പോൾ, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള സമയമായി എന്ന് അറിയുമ്പോൾ സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ വരുന്ന ഒരു ആനന്ദത്തിൻ്റെ ആന്തോളനമുണ്ടത്രേ. ആനന്ദത്തിൻ്റെ ചില തിരകൾ ഇങ്ങനെ മനസ്സിലടിച്ചു വീശുന്നു. വിശന്ന മനുഷ്യൻ്റെ മുമ്പിൽ അവിടെ ഭക്ഷണം റെഡിയായിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? നിക്കാഹിൻ്റെ സദസ്സിലൊക്കെ ഖബിൽത്തു മിൻകാന്നൊക്കെ പറഞ്ഞ് ഉസ്താദിൻ്റെ ദുആ തീരും മുമ്പ്, നിങ്ങളുടെ നാട്ടിൽ പുതിയണ്ണിൻ്റെ നാട്ടിലാണോ നിക്കാഹ്? അല്ല, പുതിയാപ്പളിൻ്റെ നാട്ടിലാണ്. പുതിയണ്ണിൻ്റെ, അപ്പോൾ പുതിയാപ്പളിൻ്റെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ഗസ്റ്റ് വന്നിട്ടുണ്ടാവും ഇവിടെ. പുരക്കാർ വിചാരിക്കും ആദ്യം അവർ ഭക്ഷണം കഴിക്കട്ടെ എന്ന്. അത് നാട്ടുകാർ തന്നെ പോയി തുടങ്ങും ആദ്യം. അങ്ങനെ ആകെ ടെൻഷനായി. നാട്ടുകാരെ വിളിച്ച് എണീപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തേ?
ഭക്ഷണം അവിടെ റെഡിയാന്ന് കേട്ടപ്പോഴേക്കും പിന്നെ എല്ലാം പരിസരം മറന്നു. നമ്മളെ നാട്ടിലേക്ക് പുതിയൊരു നാട്ടുകാർ വന്നിട്ടുണ്ട്, അവർ കഴിക്കട്ടെ, എന്നിട്ട് പോരെ നമുക്ക്, നമ്മുടെ നാട്ടുകാരല്ലേ, ഇനി ഇല്ലെങ്കിലും നമുക്ക് സഹിച്ചൂടെ, നമ്മുടെ ഗസ്റ്റിന് ഇല്ലാതിരുന്ന മോശമല്ലേ, അതൊന്നും അവിടെ ഓർമ്മ വരൂല അല്ലേ? നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ അവസ്ഥകൾ? ഇല്ല. ഓക്കെ, എന്നാൽ വിട്ടേക്ക്. നമ്മൾ കരുനാഗപ്പള്ളിയല്ലേ ഇത്? അൽഹംദുലില്ലാ. അതുകൊണ്ട് പിന്നെ കല്യാണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. പലയിടത്തും ഭയങ്കര പ്രശ്നം ഉണ്ടാവും. പുതിയാപ്പളിൻ്റെ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തില്ല, നാട്ടുകാർ ആദ്യം കയറി കൈയടക്കി, അങ്ങനെ ഒന്നുമല്ല. ഭക്ഷണത്തിന് വിശന്നിരിക്കുന്നൊരു മനുഷ്യനെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല, അവർ ഓടും. അപ്പോൾ ചെറിയ സ്നാക്കൊക്കെ ആദ്യം കൊടുത്തിട്ട് വിശപ്പ് അടക്കലിന് പരിഹാരമുള്ളേ. മനുഷ്യൻ ഭക്ഷണത്തിന് ദാഹിക്കുന്ന പോലെ പടച്ചവൻ്റെ മുമ്പിൽ സുജൂദിന് ദാഹിക്കുന്ന വിശ്വാസികളുണ്ട്. നിസ്കരിക്കണം, എനിക്ക് നിസ്കരിക്കണം, ഐ നീഡ് ടു പ്രേ, ഐ വാണ്ട് ടു പ്രേ എന്നല്ല, ഐ നീഡ് ടു പ്രേ. ഇത് മനുഷ്യന്, എനിക്ക് നിസ്കരിക്കണം, ഭക്ഷണം കഴിക്കാതിരുന്നാൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, ഉറങ്ങാതിരുന്നാൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നില്ലേ? ഉറക്കം നമുക്ക് മസ്റ്റാണ്. ഇത് നീഡാണ്. എനിക്ക് ഐ നീഡ് ടു പ്രേ, എനിക്ക് നിസ്കരിക്കണം. ഇന്നഹു ലതമുറു ബിൽ ഖൽബി സആഅത്തുൻ യർഖുസു ഫീഹാ തറബാ. മഹാന്മാർ പറയുകയാണ്, നിസ്കാരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ പരലോകത്ത് അള്ളാഹുവിനെ കാണുന്ന നാളത്തെ ആ രംഗം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് മനുഷ്യനെത്തുന്നു. ഇതൊക്കെ നാവുകൊണ്ട് കളവ് പറയാത്ത പുണ്യ റസൂലാണ് നമുക്ക് പഠിപ്പിച്ചെന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസികൾ മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം വളരെ മനോഹരമായ കുതിരകളെ കൊണ്ടുവന്ന് നിർത്തുമത്രേ മാലാഖമാർ. മനോഹരികളായ കുതിരകൾ, അവകൾക്ക് ചിറകുകളുണ്ടായിരിക്കുന്നു. കാരണം they are not of this world. അതുകൊണ്ട് ആ ഡൈമെൻഷൻ പുണ്യനബി തങ്ങൾ പറഞ്ഞു തന്നു, ചിറകുകളുള്ളത്, പറക്കാൻ കഴിയുന്നത്. അവരെ മുഴുവനും, സത്യവിശ്വാസികളെ മുഴുവനും ആ കുതിരകൾക്ക് മേൽ അവരോട് പറയും, അവരെ മൗണ്ട് ചെയ്യാൻ പറയും, കുതിരപ്പുറത്ത് കയറാൻ പറയും. കുതിരപ്പുറത്ത് കയറിയിട്ട് അവരെ അള്ളാഹു തെരഞ്ഞെടുത്തൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നൊരു രംഗമുണ്ട്. വാദിൽ അഫിയഹ് എന്നാണ് ആ താഴ്വരയുടെ പേര്. വാദിൽ അഫിയഹ്. പ്രകാശത്താൽ നിർമ്മിക്കപ്പെട്ട കസേരകളിൽ പ്രവാചകന്മാർ, സ്വാലിഹീങ്ങൾ, മുർസലുകൾ ഇരിക്കുന്നുണ്ട്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്രഷ്യസ് സ്റ്റോണുകളുടെയും നമ്മളാരും കണ്ടിട്ടില്ലാത്ത പല അത്ഭുത കസേരകളും അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പിറകിൽ കുസ്ബാനുൽ മിസ്ക്, കസ്തൂരിയുടെ ഹിൽസ് ഓഫ് മസ്ക്, കസ്തൂരിയുടെ കുന്നുകളുണ്ടായിരിക്കും ബാക്കിൽ. VIP കളൊക്കെ ഈ കസേരകളിലാണ്. അവിടെ VIP കളല്ലാത്തവർ ആ കുന്നിൻ പുറത്താണ് ഇരിക്കുന്നത് എന്ന് ഹദീസ് പറയുമ്പോൾ ഹദീസ് പണ്ഡിതന്മാർ പറയും, ആ കാഴ്ചക്ക് വരുന്നവരാരാണ് VIP അല്ലാത്തവർ? എന്താ അവിടെ നടക്കുന്നതെന്നറിയോ? പടച്ചതമ്പുരാൻ അള്ളാഹുവിനെ റബ്ബ് തആല മറനീക്കി കാണിച്ചു കൊടുക്കുന്നൊരു രംഗമുണ്ട്. ഒരു മേഘം പോലെ ഇറങ്ങി വരും. അവിടെ നിന്നൊരു ശബ്ദം കേൾക്കും. സത്യവിശ്വാസികൾ മുഴുവനും അത് കാതോർത്ത് കേൾക്കും. അസ്സലാമു അലൈക്കും അഹ്ലൽ മൗഖിഫ്, നിങ്ങൾക്കെൻ്റെ രക്ഷയുണ്ട് എന്ന് പറയും. അപ്പം ആളെ കാണുന്നില്ല. ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഒരുപാട് ആളുകൾ സുജൂദിലേക്ക് വീഴും. എന്നിട്ട് അല്ലാഹു ചോദിക്കും, സ്വർഗവാസികളെ, നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു സമ്മാനം നൽകുകയാണ്, എന്തു വേണം എന്നെന്നോട് ചോദിച്ചോളൂ. എല്ലാവരും ആലോചിക്കും, എന്ത് ചോദിക്കണം? പടച്ചവനെ, നീ ഞങ്ങൾക്ക് സ്വർഗം തന്നല്ലോ, അത് മതി റബ്ബേ, അത് ഞാൻ തന്നു, അതിലേറെ നിങ്ങൾക്ക് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചോളൂ. എല്ലാവരും ഒരു ഉത്തരം പറയും. ആ ഉത്തരം ഇതാണ്, പടച്ചവനെ, തർള അന്ന, നീ ഞങ്ങളെക്കുറിച്ച് തൃപ്തിപ്പെടണം, ഞങ്ങളോട് ദേഷ്യപ്പെടരുത്. ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടത് കൊണ്ടല്ലയോ നിങ്ങളെ ഞാൻ ഈ സ്വർഗത്തിലേക്ക് വിളിച്ചു വരുത്തിയത്? സ്വർഗം തന്നത് അതിനല്ലേ? ഞാൻ ചോദിക്കുന്നത് അതിലപ്പുറം നിങ്ങൾക്ക് എന്ത് വേണമെന്ന് എന്നോട് ചോദിക്കൂ, ഞാൻ തരാം. എന്താ ചോദിക്കേണ്ടത് എന്ന് പരസ്പരം വിശ്വാസികളും പ്രവാചകന്മാരും ഇരിക്കുന്നൊരു സദസ്സിൽ മൗനത്തിൽ ചർച്ച നടക്കുന്നു. ഫയത്തഫിഖൂന അലാ ഖൗലിൻ വാഹിദ്, ഒരേ ഒരു മറുപടി അവിടെ നിന്ന് വരും. അല്ലാഹുവേ, നിന്നെ
നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, ഈ ലോകത്ത് നന്മ ചെയ്ത ആളുകൾക്ക് ഞാൻ സ്വർഗം നൽകും. വസിയാദ, അതിലേറെയും ഞാൻ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ സിയാദ, ഏറെ നൽകാൻ പോകുന്നത് റുഅയത്തുല്ലാഹ്, കാരുണ്യവാനായ പടച്ച തമ്പുരാനെ മനുഷ്യൻ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന അനുഭവമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വജഹിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രകാശത്തിൻ്റെ കോടിക്കണക്കിന് മറകൾ നീങ്ങുകയും സത്യവിശ്വാസികൾ അള്ളാഹുവിനെ കണ്ണുകളെ കൊണ്ട് കാണുകയും ചെയ്യുന്ന ഒരു നേരമുണ്ടെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു. സ്വർഗത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ആനന്ദങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആനന്ദം അള്ളാഹുവിനെ കാണലാണ്. സ്വർഗത്ത് പോകുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കാണല നമ്മുടെ ലക്ഷ്യം. അവിടുത്തെ ഹൂറുൽ ഐനുകളോ, അവിടുത്തെ ഭക്ഷണമോ, അവിടുത്തെ പാനീയമോ, അവിടുത്തെ സൂഖുൽ ജുമുഅയോ, അവിടുത്തെ എന്തൊക്കെ കൊട്ടാരങ്ങളുണ്ടോ അതൊക്കെ സെക്കൻഡറിയാണ്. സ്വർഗത്തിലെ പ്രൈമറി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ദ സൈറ്റ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിനെ കാണലാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങൾ സുജൂദിൽ കിടന്ന് ദുആയിരക്കും അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത്തൻ നദുരി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖാഇക ഫീ ഗൈരി ളർറഅ മുദിറത്തിൻ വലാ ഫിത്നത്തിൻ മുദില്ല. പടച്ചവനെ, നിന്നെ കാണാനും നിന്നെ നേരിട്ടൊന്ന് അനുഭവിക്കാനും നീ എനിക്ക് അവസരം നൽകണമേ. ആര് പ്രാർത്ഥിച്ചു? നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു. നമ്മൾ അങ്ങനെ ദുആക്കാറുണ്ടോ? എനിക്ക് പടച്ചവനെ നിന്നൊന്ന് കാണിച്ചു തരണം. മനുഷ്യൻ അനുഭവിക്കുന്ന ആനന്ദങ്ങളിൽ ഏറ്റവും വലിയ ആനന്ദം നമ്മുടെ കണ്ണുകളെ കൊണ്ടാണ്, അല്ലേ? അതുകൊണ്ട് എല്ലാവരും മൊബൈലും പിടിച്ചിരിക്കണത്. എപ്പോഴും മനുഷ്യൻ നോക്കിയിട്ടാണ് ആസ്വദിക്കുന്നത്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ കണ്ണാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. കണ്ണുകളിലൂടെ കിട്ടുന്ന ആനന്ദം വലിയ ആനന്ദമാണ്. അള്ളാഹു മനുഷ്യന് കണ്ണിൽ പടച്ചവനിവിടെ കാണിച്ചു തന്നിട്ടില്ല. ഈ പ്രപഞ്ചം അത്രമേൽ വലുതാണ്. ആ വലിയ റബ്ബ് നമ്മുടെ കൊച്ചു കണ്ണുകൾക്ക് മുമ്പിൽ ചെറുതായി വരണമെന്ന് വാശി പിടിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തോട് നമ്മൾ ചെയ്യുന്ന അനീതിയാണ്. അതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്ത എത്രയോ. ഈ ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത് 96% ഈസ് അൺസീൻ, ഡാർക്ക് മാറ്ററുകളാണ്. പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് ബില്യൺ കണക്കിന് 2 ട്രില്യൺ ഗാലക്സികളുണ്ട് എന്ന് പറയുന്നത് ദൃശ്യപ്രപഞ്ചത്തിൻ്റെ 4% മാത്രമാണ് അത്രേ. ബാക്കി 96% കാണാൻ കഴിയാത്ത ലോകമാണ്. ഈ ലോകം പടച്ച തമ്പുരാന് ഭൂമി എന്ന് പറയുന്ന ഒരു പൊടിയോളം പോലുമില്ലാത്ത ആ പ്രപഞ്ചത്തിലെ 2 കാലിൽ നടക്കുന്ന ഒരു ജീവി പറയും, ആ ജീവിൻ്റെ മുഖത്ത് കൊടുത്ത 2 ചെറിയ ബൗള് കൊണ്ട്, ഈ ബോള് കൊണ്ട് എനിക്ക് കാണണമെന്ന് വാശി പിടിച്ചാൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ ചെറുതായി കാണിക്കലല്ലേ അത്? എനിക്ക് റബ്ബിനെ കാണാൻ. നിന്റെ കണ്ണ് എവിടെയാ? നിനക്ക് എന്തിവിടെ കാണാൻ പറ്റുന്നുണ്ട്? അതുകൊണ്ട് ലാ തുദ്രികുഹുൽ അബ്സാർ. മഹാന്മാർ പറയാൻ, ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു കോരിത്തെരിപ്പ് ഇങ്ങനെ വരുന്നുണ്ട് ലോകത്ത്. മനസ്സിനൊരു ആനന്ദം വരുന്നുണ്ട്. എൻ്റെ റബ്ബിനെ കാണുന്ന നേരം. അള്ളാഹു കാരുണ്യവാനാണ്. 1000 കാരുണ്യത്തെ അള്ളാഹു മുറിച്ചു വെച്ച് ആ കാരുണ്യത്തിലെ ഒരു കഷ്ണമാണ് ഭൂമിയിലേക്ക് ഇറക്കിയത്. ആ ഒരു കഷ്ണം കൊണ്ടാണ് മനുഷ്യൻ പരസ്പരം കാണിക്കുന്ന സ്നേഹം, ആദരവ്, കരുണ, വാത്സല്യം. ഒരാടിൻകുട്ടിയുടെ മേൽ കാല് തൊടാതെ ആടിൻ്റെ അമ്മയായ ആട് കാല് പൊക്കുന്നത് പോലും പടച്ചതമ്പുരാൻ്റെ 1000 കരുണയുടെ